ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഈ പ്രഭാതത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് നമുക്ക് സുഖമായ നിദ്ര നൽകി നമ്മെ അനുഗ്രഹിച്ചു. ഇന്നോളം നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകിയിട്ടുണ്ട്. നമ്മെ തന്നെ ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ജോലി സ്ഥലത്തെ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ, സമൂഹത്തിൻ്റെ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, ഈ ലോകം മുഴുവൻ്റെയും പ്രകാശമായി മാറാൻ ഇന്ന് നമുക്കും കർത്താവ് അനുവദിക്കും. അവിടുത്തോട് ചേർന്ന് നിൽക്കുക. കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കും. ആരൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുണ്ടോ, ആരൊക്കെ ദൈവമാർഗത്തിൽ ചരിച്ചിട്ടുണ്ടോ, അവർക്കാർക്കും ഒരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. അതിനാൽ ആരൊക്കെ നമ്മെ തകർത്താലും തളർത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നമ്മെ മാറ്റി നിർത്തിയാലും നമ്മെ അംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് നിങ്ങളെ ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 6-7 വാക്യങ്ങൾ. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ലൊരു നിദ്ര നൽകി അനുഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ ഉണർത്തിയ നിന്റെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ സന്തോഷിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് സാധിച്ചു കൊടുക്കണമേ. കർത്താവേ, അവരുടെ ശാരീരിക വേദനകൾ, മാനസിക വിഭ്രാന്തി, ഹൃദയത്തിൻ്റെ ഭയം, നാളെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ, ജോലിയിലുള്ള അസഹനീയമായ പ്രയാസങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കർത്താവേ, കടബാധ്യതകൾ, എല്ലാ മേഖലയിലും ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ, ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഈ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കൃപാകടാക്ഷങ്ങൾ ചൊരിയാനമേ ഞങ്ങളെ തന്നെ താഴ്മയോട് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാറ്റി ആരൊക്കെ ഞങ്ങൾക്കെതിരുണ്ടോ അവരെയെല്ലാം ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകി, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലെല്ലാം വിജയം നൽകി, പോകുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിന് ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ നീക്കി എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുന്നതിന് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ ശാരീരിക രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഇവരുടെ മാനസിക വിഭ്രാന്തിയെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. ഇവരുടെ ഹൃദയത്തിൻ്റെ ഭയം നീക്കി നീ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന ബോധ്യം ഇവർക്ക് നൽകി ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും
ദൈവികമായ ചിന്തകളാലും വാക്കുകളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പോക്കും വരവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയം വരിച്ച് സന്തോഷത്തിന്റെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.